ചിലരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള പ്രചോദനം നൽകുന്നു. ചിലപ്പോൾ ചിലരുടെ പ്രവൃത്തികളാകാം മറ്റുള്ളവർക്ക് പ്രചോദനം. എന്നാൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ലോകത്തെ പ്രചോദിപ്പിച്ച ഒരു വനിതയുടെ കഥയാണിത്. 1928 ഏപ്രിൽ 4 അമേരിക്കയിലെ മിസൗറിയിലാണ് അവർ ജനിച്ചത്. ആഫ്രിക്കൻ വംശജ. കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു അവരുടെ ബാല്യവും കൗമാരവും കടന്നുപോയത്. സ്കൂൾ വിദ്യാഭ്യാസത്തോടെ തന്നെ പഠനം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. 40-ാം വയസ്സിൽ അവർ എഴുതിയ ആത്മകഥ അവരുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ചു. ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിംഗ് എന്നതായിരുന്നു അവരുടെ ആത്മകഥയുടെ പേര്. ബാല്യ കൗമാരകാലത്ത് താൻ അനുഭവിച്ച പീഡനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നേർചിത്രമായിരുന്നു ഈ ആത്മകഥ. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള അവരെ പിന്നീട് തേടിയെത്തിയത് 50-ൽ പരം സർവകലാശാലകളുടെ ബഹുമതികളായിരുന്നു. ഇത് മായ ഏഞ്ചലോ. ബഹുമുഖ പ്രതിഭ എന്ന വാക്കിന് സർവദാ യോഗ്യയായ വ്യക്തിത്വം. എഴുത്തുകാരി, കവയിത്രി, സംവിധായിക, നർത്തകി, അഭിനേത്രി, ഗായിക, പ്രഭാഷക, സാമൂഹ്യ പ്രവർത്തക എന്നിങ്ങനെ വ്യത്യസ്ത നിലകളിൽ അവർ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഗ്രാമി അവാർഡും ഇവരെ തേടിയെത്തിയിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ കിങ്ങിനൊപ്പം മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയിട്ടുണ്ട്. പച്ചയായ ജീവിതാനുഭവങ്ങൾ ലോകത്തിനു മുന്നിലെത്തിച്ച മായയുടെ വാക്കുകൾ ലോകത്തിലെ ഏറ്റവും പ്രചോദിപ്പിച്ച ഉദ്ധരണികളുടെ ശ്രേണിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിനോടുള്ള മനോഭാവം മാറ്റുക. കാരണം ആത്മാഭിമാനത്തോടെയുള്ള ജീവിതമാണ് ഏറ്റവും ഉത്തമമായത്. മായ ഏഞ്ചലോയുടെ ഈ വാക്കുകൾ നമുക്കും പ്രചോദനമാകട്ടെ. ശുഭദിനം.